ഹായ് ഫ്രണ്ട്സ്, ക്വിക്ക് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മികച്ച മാതാപിതാക്കളാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമാണല്ലേ. പലരും ചോദിക്കുന്നുണ്ട്, നിൻ്റെ കുട്ടി എന്താ ഇങ്ങനെ, നിൻ്റെ കുട്ടി എന്തൊന്നും പഠിക്കാത്തത്, നിൻ്റെ കുട്ടി എന്താ ഫുൾ ടൈം ഫോണിലാണല്ലോ. ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമവും സങ്കടമൊക്കെ വരും അല്ലേ. കുട്ടികളെ സ്നേഹത്തോടെയും അച്ചടക്കത്തോടെയും വളർത്താൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ട് കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാക്കാം. അവർക്ക് എന്തും തുറന്നു പറയുന്നൊരു ഫ്രണ്ട്ഷിപ്പ് അവരിൽ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ അവരെ കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുക. നമ്മൾ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അവരെ വഴക്ക് പറയുകയോ അപമാനിക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ വായനാശീലം അവരിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ ഒതുക്കി വയ്ക്കുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ ബാഗിൽ വയ്ക്കുക. അതുപോലുള്ള ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് സ്വയം ശീലിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഒരു ചെറിയൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അവരെ അഭിനന്ദിക്കാനും അവർക്ക് സമ്മാനങ്ങൾ നൽകാനും ശ്രമിക്കുക. അതിലൊരിക്കലും മടി കാണിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഫോണും മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് അല്ലേ. കുട്ടികളുടെ കയ്യിൽ മൊത്തം ഫുൾ ടൈം ഫോണാണ്. നമ്മളതിനൊരു സമയപരിധി നിശ്ചയിക്കുക. സ്ക്രീൻ ടൈം നമുക്കങ്ങനെ കുട്ടികളിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. അവരിൽ ഒട്ടും പേടി വളർത്താതെ കാര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കോൺഫിഡൻസ് അവരിൽ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ അവരിൽ ദയ, കരുണ, സ്നേഹം തുടങ്ങിയ നല്ല മൂല്യങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതവരെ കൊണ്ട് ശീലിപ്പിക്കുക, നമ്മളിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളിൽ അനാവശ്യമായ പിടിവാശികൾക്ക് എപ്പോഴും വഴങ്ങി കൊടുക്കാതിരിക്കുക. നമ്മളെന്തെങ്കിലും അവർ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുക, അവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ദിവസവും അവരോട് ഒപ്പം കളിക്കുവാനും അവരോടൊപ്പം സംസാരിക്കാനായിട്ട് നമ്മൾ സ്വയം സമയം കണ്ടെത്തുക. നമ്മൾ ചിലപ്പോൾ ജോലിക്കാരെ ആയിരിക്കും ഏൽപ്പിക്കേണ്ടാവുക. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. മാതാപിതാക്കളാണ് അവരോടൊപ്പം കളിക്കാനും സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത്. കുറച്ച് സമയമാണെങ്കിൽ പോലും അത് വാല്യൂ ചെയ്യുക. അവരുടെ ഒപ്പം കളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിധത്തിലൊക്കെ നമുക്ക് നല്ല മാതാപിതാക്കളാകാം. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കും. കുറുമ്പുകളും കുസൃതികളൊക്കെ ഉണ്ടാവും, അതൊക്കെ കുട്ടികൾക്കുള്ളതാണ്. പക്ഷെ അവർ നല്ല മക്കളായിട്ട് വളരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.